ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഇത് മലയാളത്തിലെ നാടൻ പെണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയൊരു പാട്ടാണ്. പക്ഷെ അതിൻ്റെ വേറെ ഒരു പിന്നിലുള്ളതെന്ന് വെച്ചാൽ ഇത് ക്രിസ്തീയ ഭവനങ്ങളിലൊരു പ്രാർത്ഥനയാണിത്. ഗദ്യരൂപത്തിലുള്ള പ്രാർത്ഥനയെ വയലാർ ഒരു പദ്യരൂപത്തിൽ ആക്കിയേക്കുവാണിത്. ആ പദങ്ങളെയൊക്കെ വേറെ രീതികളിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ പ്രാർത്ഥന പഠിച്ചിട്ടുള്ളവർക്കറിയാം ഈ വരികളിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ. പക്ഷെ അർത്ഥം ഒന്ന് തന്നെ. വയലാർ തൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനയെ മാറ്റി എഴുതി. അത് നവജീവന ഫിലിംസിന് വേണ്ടി തോക്കൾ കഥ പറയുന്നു എന്ന ചിത്രത്തിന് ശേഷം വെളുത്ത കത്തിന് ശേഷം നാടൻ പെണ്ണെന്നൊരു പടമാണ് എടുത്തുകൊണ്ടിരുന്നത്. നാടൻ പെണ്ണ് ചെമ്പിൽ ജോണിൻ്റെ ഒരു ചെറുകഥ ആസ്പദമാക്കി എടുത്ത കഥയാണിത്. അപ്പോൾ അതിൽ ഹിമവാഹിനി എന്നുള്ള പാട്ടൊക്കെ എല്ലാവർക്കും അറിയാം. ഹിമവാഹിനി മെയിൽ വെർഷനും ഫീമെയിൽ വെർഷനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയായി തീർന്നപ്പോൾ ഒരു പാട്ടും കൂടെ വേണമെന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ തോന്നുകയും അത് ഉണ്ടെങ്കിലേ ഒരു ക്രിസ്തീയ അന്തരീക്ഷം വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തീയ ഗാനം ഇട്ട് നന്നായിരിക്കുമെന്ന് തോന്നിയുണ്ട്. അപ്പോൾ പക്ഷേ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഷീല മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോഴത്തേക്ക് വയലാറിനെ വിളിച്ച് മദ്രാസിലേക്ക് പറയുകയും വയലാർ ഉടനെ തന്നെ ആ പാട്ട് എഴുതി ദേവരാജ മാസ്റ്റർ കൊടുക്കും. ദേവരാജ മാസ്റ്റർ ട്യൂൺ ചെയ്ത് അത് മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് കഥാപാത്രം 2 പേര് പാടുന്നതായിട്ടാണ് ആ കഥാപാത്രം. പക്ഷെ അന്ന് ഷീല മാത്രമേ ഉള്ളൂ. അപ്പം രംഗത്തൊരാളും പാട്ട് 2 പേര് പാടുമ്പോൾ ഒരു അഭംഗി വരത്തില്ലേ. അപ്പം അങ്ങനെ സേതുമാധവൻ സാർ വെച്ച് എങ്ങനെ ചിത്രീകരിക്കും? ഷീല മാത്രമുണ്ട്, ചിത്രീകരിച്ചേ പറ്റത്തുള്ളൂ. നിർമ്മാതാക്കൾക്ക് വലിയ നിർബന്ധം. അത് തിരക്ക് പിടിച്ച ദേവരായ മാസ്റ്ററും വയലാറിനെയും കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ പാട്ട് ചെയ്യിച്ചതാണ്. വെറുതെ കളയാനും പറ്റത്തില്ല. അപ്പോൾ ഷീല മാത്രം. അപ്പം സേതുമാധവൻ സാറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചാണ് ഷീല പാടുമ്പോൾ ആ സൈഡിൽ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ കണ്ണാടിയിൽ 6-7 രൂപങ്ങളുടെ ഷീലയെ കാണാം. അപ്പോൾ ഈ കൂടെ പാടുന്ന ഗായിയുടെ പാട്ട് കാണിക്കുമ്പോൾ ഷീലയുടെ വ്യത്യസ്തങ്ങളെ മുഖങ്ങളിൽ കണ്ണാടി കൂടെ കാണിച്ച് ആ പോരായ്മ നികത്തി. അതുകൊണ്ട് ആരും ഷീല ഒറ്റയ്ക്ക് പാടുന്നതായിട്ട് 2 പേര് പാടുന്ന പാട്ടിനെ സേതുമാധവ സാർ തൻ്റെ ഔചിത്യ ബുദ്ധി കൊണ്ട് ചിത്രീകരിച്ചെടുത്തു. അതിമനോഹരമായ ഗാനം കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അത് ചിത്രം വിജയിക്കുകയും ചെയ്ത് ഈ ഗാനം ഇന്നും ജനങ്ങൾ കണ്ട് ആസ്വദിച്ച ഒരു പാട്ടാണ്. ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനാ ഗീതങ്ങൾ ഒന്നാണിത് വയലാർ ദേവരാജൻ്റെ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേ